ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കറികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഏവർക്കും പ്രിയപ്പെട്ട ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറികളിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈ ഒരു പലഹാരം വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കാണാനും അതിലുപരി കഴിക്കാനും നല്ല സ്വാദാണിത്. വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ആദ്യമായി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിലോട്ട് ഞാൻ 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ, ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പാല് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റിലോട്ട് ഏലക്കാപ്പൊടി ഒന്ന് ചേർക്കാനുണ്ട്. അത് പൊടിച്ചെടുക്കാനുള്ള പഞ്ചസാര ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര തന്നെ ഈ സമയത്ത് ചേർക്കാം. ഈ പഞ്ചസാര എല്ലാം ഇതിലൊന്ന് മെൽറ്റായി പാലൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടണം. നല്ല രീതിയിൽ കുറുകേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗമൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മതിയാകും. അതിനുവേണ്ടി ഫ്ലെയിം ഹൈയിൽ വെക്കരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കണം. പാലൊന്ന് കുറുകി നമ്മൾ ഒഴിച്ചു കൊടുത്ത അളവിൽ നിന്നൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നലെ വാക്ക് തന്നായിരുന്നല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പി ആയിട്ട് വരുമെന്ന്. അതാണ് ഈ റെസിപ്പി. അതായത് വീട്ടിലുണ്ടാക്കിയ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടാണ് ഞാൻ ഈ സ്നാക്ക് റെഡിയാക്കുന്നത്. ഇനി ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി കുറുക്കിയെടുക്കണം. നന്നായി അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പാലൊക്കെ ഈ കോക്കനട്ടിലോട്ട് പിടിച്ച് നന്നായി വറ്റി വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു പരുവമായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. പാൽപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പലഹാരത്തിന് നല്ല റിച്ച് ടേസ്റ്റ് കിട്ടുമേ. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും കുറുക്കിയെടുത്ത് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇതിലെ വാട്ടർ കണ്ടൻ്റ് എല്ലാം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ചല്ല ചേർത്തത്, ഇതുപോലെ ഇളക്കി കൊടുത്ത് ആവശ്യമെങ്കിൽ വീണ്ടും എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അവസാനമായി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്ക കൂടി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഏലക്കായാണ് പൊടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടൊന്ന് ജസ്റ്റ് ആറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഈ ഒരു പാത്രത്തിലോട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി തണുത്തിട്ടില്ല കേട്ടോ, ഒരു ചെറിയ രീതിയിൽ നമ്മൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടുണ്ട് ഇതിന്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഞാൻ കൈകൊണ്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിക്കോളും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലത്തെ ബോട്ടിലിൻ്റെ അടുപ്പിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ സ്റ്റാർ ഷേപ്പിലൊക്കെ ഉള്ള മോൾഡ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ബേക്കറികളിലൊക്കെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കാണാറുള്ളത് കേട്ടോ. ഞാനെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. എനിക്ക് നമ്മളെടുത്ത ഒരളവിൽ നിന്ന് ഒരു 18ഓളം എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നടുവിലായിട്ട് ഓരോ ചെറീസൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്കിനി ഇതെടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, കൂടാതെ ടേസ്റ്റ് ഒന്ന് കൂടും. കണ്ടില്ലേ, സൂപ്പറായിട്ടില്ലേ? നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കാം കേട്ടോ. ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കഴിക്കാം. അതല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഹാർഡാവും. അങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുക. ഞാനിത് എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്